സോഷ്യൽ മീഡിയ നമ്മൾ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ അതിനകത്ത് മോശമായിട്ടും വരുന്നുണ്ട്, സത്യസന്ധമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കുടിച്ചാലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് ആൻസർ കിട്ടും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു റിസർച്ച് നടത്തുകയും ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സാറിനോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഞാനതിനെല്ലാം നമ്മളതിന് വളരെ റിയലിസ്റ്റിക്കായിട്ടും കാര്യങ്ങളെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെർച്ചിൽ സാർ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചുകളെല്ലാം പലതിനെക്കുറിച്ചും പല രീതിയിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് സാറിന് എന്താണ് ആ ഒരു പ്രോസസ്സിൽ തോന്നിയത്? ഇത് ഉദ്ദേശിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഇതാണോ അതെ, ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ലതും മോശമായിട്ടുമുള്ള ഫേസുകളിൽ പല കാര്യങ്ങളുണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയ നമ്മൾ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ അതിനകത്ത് മോശമായിട്ടും വരുന്നുണ്ട്, സത്യസന്ധമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കുടിച്ചാലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് ആൻസർ കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്കൊരു പ്രത്യേകിച്ചൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായങ്ങൾ പറയും. അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക കൺക്ലൂഡ് ചെയ്തെടുക്കണം എന്താണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളത്. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ആളുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് 10-50 ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കത് കിട്ടുന്നതിനോട് നമുക്കവിടെ ചോദിക്കാം, അല്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കാൻ പറ്റും.